എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡിഷ് വാഷിൻ്റെ നിർമ്മാണം ഞാൻ കാണിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു വാഷിംഗ് മെഷീനിലിടുന്ന ക്ലോത്ത് വാഷിൻ്റെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന്. ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ തുണി കഴുകുന്ന ലിക്വിഡ് നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കാൻ പറ്റുന്ന കേട്ടോ, നല്ല വെണ്മ കിട്ടുന്ന നല്ലൊരു ലിക്വിഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പരല്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പി, 1 ലിറ്ററിൻ്റെ 2.5 കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 2.5 കുപ്പി വെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 2.5 കുപ്പിയാണ് എടുക്കേണ്ടത്. 1 ലിറ്ററിൻ്റെ 2.5 കുപ്പി വെള്ളം എടുക്കണം. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് സ്റ്റീൽ പോലുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം, ഈ രണ്ടിലും മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലാതെ വേറൊരു പാത്രം എടുക്കരുത്. പിന്നെ അതിനൊക്കെ തന്നെ മരത്തടിയോ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പോ തടിയോ ഒരു വിറക് കഷ്ണമോ ഒക്കെ മതി ഇത് ഇളക്കാനുള്ളത്. ഇങ്ങനെ ഇളക്കണം. ഈ പരല് പോലെ ഇരിക്കുന്ന സാധനമാണ് ഹാസിക് സോഡ. സോഡ എന്ന് വെച്ചാൽ ഇത് അലിയാൻ ഇച്ചിരി പാടാണ്, ഭയങ്കര ചൂടുമാണ്. ഇത് നമുക്ക് പൊട്ടിച്ച് ഈ വെള്ളത്തിലോട്ടിടാം. എൻ്റെ ഹാസിക് സോഡ ഇതിനകത്തോട്ട് ഇടുകയാണ്. നമ്മൾ ഇത് എടുക്കുമ്പോൾ മാസ്ക്, ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കണം. പിന്നെ കുട്ടികളുള്ള ഭാഗത്തൊന്നും വെച്ച് ഇതുണ്ടാക്കരുത്. ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് വേണം ഇത് ശരിയായിട്ട്. ഇതിന് നല്ലൊരു ചൂടാണ്. ഇത് പെട്ടെന്ന് അലിയും, എന്നാൽ ഇതിനൊരു ചെറിയൊരു ചൂടുണ്ട്. നല്ലോണം അലിയുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിന് അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചേക്കണം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് നമുക്ക് സോഡിയം സൾഫേറ്റ് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ, അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇതുണ്ട്, വേറൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലോട്ട് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സോഡിയം സൾഫേറ്റ് കണ്ടില്ലേ, സോഡിയം സൾഫേറ്റ് പൊട്ടിച്ച് ഇടണം. അത് നല്ല വൃത്തിയായിട്ട് ഇളക്കണം. നല്ലോണം അലിഞ്ഞ് വരും. ഗ്ലൗസൊക്കെ ഇടണമെന്ന് പറയുന്നത്, ഇതൊക്കെ പൊടിയൊക്കെ കയ്യിൽ പറ്റിയ നല്ല പൊള്ളൽ പോലെ വരും. അതുകൊണ്ട് ഇതിൻ്റെ കെമിക്കലല്ലേ ഇതെല്ലാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശ്വസിച്ചൂടാന്നൊക്കെ. ഇതെല്ലാം കെമിക്കലായതുകൊണ്ടാണ്. ശ്വാസമുട്ടൊക്കെ ഉള്ളവർ ഇതൊക്കെ ഗ്ലൗസ് ഇട്ടുകൊണ്ടും മാസ്ക് ഇട്ടുകൊണ്ടും ഒക്കെ വേണം ചെയ്യാൻ. ഇത് നമുക്ക് കലക്കി വെച്ചുന്ന കറക്റ്റ് ഒരു 2.5 മാസത്തേക്ക് നമുക്ക് ലിക്വിഡ് വാങ്ങിക്കുകയും വേണ്ട. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ 130 രൂപയേ ഉള്ളൂ ഒരു കിറ്റിന്. ഈ കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമ്പം തന്നെ അതിനകത്ത് ചെയ്യുന്ന നിർമ്മാണം എങ്ങനെ ചെയ്യാനെന്നുള്ള ഒരു അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ചെയ്തെടുക്കുകയും ചെയ്യണ്ട. അതിനകത്ത് എല്ലാം വായിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പാടുമില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ലിക്വിഡുകൾ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ തന്നെ എൻ്റെ വീട്ടിലുള്ളൊക്കെ വേണ്ടുന്ന ആവശ്യത്തിനുള്ള എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതേപോലെ നിങ്ങളും ഇതേപോലെ മേടിച്ച് ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും സോപ്പ് പൊടിക്കോ ലിക്വിഡ് വാങ്ങിക്കാനോ ഒന്നും ഓടിപ്പോകേണ്ടി വരത്തില്ല. ഇത് തീരുന്ന സമയം നമുക്കറിയാൻ പറ്റും. അപ്പോഴും ഒരു പാക്കറ്റ് വാങ്ങിച്ച് അപ്പോഴും തന്നെ ഇത് കലക്കി വെച്ചിരുന്നാൽ മതി. ഇന്ന് കലക്കി വൈകിട്ട് വെച്ചിരുന്നാൽ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കലക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഹാസിക് സോഡയൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോഡിയം സൾഫേറ്റ് കലക്കി വെച്ചത് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. ഒന്നിച്ചൊഴിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബക്കറ്റ്, ഗ്ലാസ്, സ്റ്റീൽ പാത്രം, മരത്തവി, ഇതിൽ മാത്രമേ ഇത് ഉപയോഗിക്കുക. പിന്നെ ഗ്ലൗസ്, മാസ്ക്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും കുട്ടികളുള്ളവരാണെങ്കിൽ അവർ ദൂരെ ഏതെങ്കിലും ഒരു പറമ്പിലൊക്കെ പോയി വേണം ഇത് കലക്കാൻ. അല്ലെങ്കിൽ ബാത്റൂം അടച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് ചെയ്ത് അടച്ച് സൂക്ഷിച്ച് മാറ്റി വയ്ക്കണം. കുട്ടികളൊന്നും എടുക്കാത്ത വിധം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോയിരുന്ന് കോരി ഒഴിച്ച് കളയും. അപ്പോൾ ഇത് എപ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്ക് വേണ്ടുന്നത് വെച്ചാൽ ഒരു ആസിഡ് സ്ലറിയാണിത്. അത്
എല്ലാം ചേർത്ത് നല്ല ഒരു കലയ്ക്ക് തന്നെ കുപ്പി തരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം. കണ്ടില്ലേ, ഈ സ്ലറി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. പാടൊന്നുമില്ല കേട്ടോ. എളുപ്പം നമുക്ക് ഒരു 3-4 ലിറ്റർ ലിക്വിഡ് നമുക്ക് ക്ലോത്ത് വാഷിൻ്റെ നമുക്ക് കലക്കി ഒതുക്കി നമുക്ക് 5 ലിറ്ററിൻ്റെ ഒരു ടിന്നിനകത്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത് കേട്ടോ. വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്, അവർക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇതൊരു 2 അടപ്പ് ഒഴിച്ചാൽ മാത്രം മതി. നമ്മുടെ തുണികളെല്ലാം നല്ല വെണ്മയോടുകൂടി കിട്ടും. കണ്ടോ, ഇപ്പം നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊരു മണം ഒഴിക്കണം. എല്ലാം അതിനകത്ത് തന്നെ കാണും. നല്ലൊരു പിയേഴ്സിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം ആണ് ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. അതും അവർ തന്നെ തരുന്ന ഒരു ലിക്വിഡാണ്, അതും ഇതിനകത്ത് ഒഴിക്കണം. അത് ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കണം. അപ്പം തന്നെ നമ്മളെ സോപ്പിൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട്. നല്ല സുന്ദരമായ ലിക്വിഡാണ് ഇപ്പോൾ ശരിയായിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് 2 അടപ്പ് ഒഴിച്ച് വാഷിംഗ് മെഷീനിൽ ഒഴിച്ചാൽ മതി. നമുക്ക് സൂപ്പറായിട്ട് തുണിയൊക്കെ കഴുകിയെടുക്കാം. യാതൊരു പാടുമില്ല. ധാരാളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 ലിറ്റർ ഇതുണ്ട്. ഇനി നമുക്കിതിനകത്തൊരു കളർ ഇടണം. ഇതേണ്ട ഒരു കളർ കണ്ട, ഈ കളറും പൊട്ടിച്ച് അതിനകത്തോട്ടിടണം. അപ്പോൾ സുന്ദരമായ ക്ലോത്ത് വാഷിൻ്റെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അതിട്ടപ്പോൾ നല്ല നീല കളറാണിത് കേട്ടോ. ഇതിങ്ങനെ ഒരു പച്ച ബക്കറ്റിൽ എടുത്തുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു നീല ലിക്വിഡാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് നമുക്ക് കേട്ടോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഞാൻ ഒന്നിങ്ങനെ കാണിച്ചു തരാം. കണ്ടല്ലോ, നീല നല്ല മണമുണ്ട്, പിയേഴ്സിൻ്റെ മണമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ചേർക്കേണ്ട ഒരു പ്രത്യേക ഒരു സാധനം, ഒരു 2 കർപ്പൂരം, സാധാ കർപ്പൂരം. കാരണം എന്ന് വെച്ചാൽ മഴ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മളെ തുണികളിലൊക്കെ ഈ കുഞ്ഞു ഈച്ചകൾ, കുരുട്ടീച്ച എന്നൊക്കെ പറയത്തില്ല, ഈച്ചകളും പ്രാണികളും ഒക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 2 കർപ്പൂരം പൊടിച്ച് ഇതിനകത്ത് ഇട്ടേക്കണം. അപ്പോൾ തുണിക്ക് നല്ല വാസനയും കിട്ടും. പ്രാണികളോ പാറ്റയോ മറ്റ് ഈച്ചകളോ ഒന്നും ഇതിനകത്ത് പറ്റിയിരിക്കുന്നില്ല. ഇപ്പോൾ നല്ല നീല കളറായ നല്ലൊരു ലിക്വിഡ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചക്കർപ്പൂരല്ല സാധാ കർപ്പൂരം കൂടെ പൊടിച്ചിനകത്തിടാം. കണ്ടില്ലേ, സാധാ 2 ചെറിയ കൊച്ചു കർപ്പൂരം, അതും കൂടെ ഇതിനകത്ത് പൊടിച്ചിട്ട്, ഈ മഴ സമയം ആയതുകൊണ്ടാണ് ഞാൻ ഈ കർപ്പൂരം ഇടുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് കർപ്പൂരം ഇട്ടാൽ ഈ ഈച്ചകൾ തുണി കഴുകിയിട്ട് ഇടുമ്പോൾ നമ്മളെ ഈച്ചകളുടെ ശല്യം നമുക്ക് കുറഞ്ഞ് കിട്ടും. നനവ് തുണിക്കകത്ത് ഉണക്ക സമയം വെയിലാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം അകത്തൊക്കെ നൂത്തിടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ 2 കർപ്പൂരവും കൂടെ പൊടിച്ചിടണം. ഇതിന് നാളെ രാവിലെ എടുത്ത് നമുക്ക് കുപ്പികളിലാക്കിയാൽ മാത്രം മതി. നല്ല ഇപ്പോൾ എടുക്കാൻ വെക്കത്തില്ല, നാളെ രാവിലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതേപോലെ ഒരു 130 രൂപ കൊടുത്താൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സ്റ്റിപ്പ് ആൻഡ് ഷൈനും കംഫർട്ടും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഒരു വീഡിയോ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എളുപ്പം മണമുള്ള ലിക്വിഡൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, കണ്ടപ്പോൾ കാണാൻ പറ്റുന്നില്ല, നീല കണ്ട, നല്ല ആകാശത്തിൻ്റെ ഒരു നീല ഉണ്ടല്ലോ, ആ കളറാണ്. പല കളർ നമുക്ക് കിട്ടും. ചിലപ്പം പച്ച കിട്ടും, പല നീല കിട്ടും, ചിലപ്പോൾ വൈറ്റ് തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പാക്കറ്റിനകത്ത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.